Hello students, welcome back to Plus 2 Economics Online Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എക്സാമിന് കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, നമുക്കത് അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങളാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സപ്പോസ് എ consumers preferences are monotonic, full stop, which bundle of goods the consumer will select over the bundle? ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരു ഉപഭോക്താവിൻ്റേത് മൊണോട്ടോണിക് പ്രിഫറൻസ് അല്ലെങ്കിൽ മൊണോട്ടോണിക് മുൻഗണന ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ബണ്ടിലായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കുക? താഴെ ബണ്ടിലുകൾ, അതായത് കൺസംഷൻ ബണ്ടിൽ, ഉപഭോഗ ബണ്ടിലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഉപഭോക്താവിൻ്റെ മുൻഗണന അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് മൊണോട്ടോണിക് ആണെങ്കിൽ അദ്ദേഹം ഏത് കൺസംഷൻ ബണ്ടിൽ, ഏത് ഉപഭോഗ ബണ്ടിലായിരിക്കും ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുക, തിരഞ്ഞെടുക്കുക? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കൺസംഷൻ ബണ്ടിൽ എന്താണെന്ന് നമുക്കറിയാം. കൺസംഷൻ ബണ്ടിൽ എഴുതുന്ന പാറ്റേൺ, അത് എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയായിരുന്നു? x1, x2 ഫോർമാറ്റ് അറിയാലോ. എന്താണ് x1? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1, സാധനം 1ന്റെ അളവാണ്. എന്താണ് x2? ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2, സാധനം 2ന്റെ അളവാണ്. ഇവിടെ 3 കൺസംഷൻ ബണ്ടിലുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 15, 15, 10, 12, 12, 12. ഓക്കെ, ഇതിൽ ഏത് കൺസംഷൻ ബണ്ടിലാണ് ഒരു കൺസ്യൂമർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുക? ഏതായിരിക്കും? ആൻസർ ഈസ് കൺസ്യൂമർ പ്രിഫേഴ്സ് ദി ബണ്ടിൽ 15, 15 ഓവർ ദി അതർ ബണ്ടിൽ. ബാക്കിയുള്ള 2 കൺസംഷൻ ബണ്ടിലുകളെയും അപേക്ഷിച്ച് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് 15, 15 എന്ന ഉപഭോഗ ബണ്ടിലായിരിക്കും. മൊണോട്ടോണിക് മുൻഗണന അല്ലെങ്കിൽ മൊണോട്ടോണിക് പ്രിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? ബിറ്റ്വീൻ എനി 2 ബണ്ടിൽസ് ദി കൺസ്യൂമർ പ്രിഫേഴ്സ് എ ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഗുഡ്സ് ആൻഡ് നോ ലെസ് ഓഫ് ദി അതർ ഗുഡ്സ് ആസ് കമ്പയർഡ് ടു ദി അതർ ബണ്ടിൽ. 2 ബണ്ടിലുകളിൽ ഏത് ബണ്ടിലാണോ ഒരു സാധനത്തിൻ്റെ 1 യൂണിറ്റെങ്കിലും കൂടുതലുള്ളതും എന്നാൽ മറ്റേ സാധനത്തിൻ്റെ അളവ് കുറയാതിരിക്കുകയും ചെയ്യുന്നത്, അത്തരത്തിലുള്ള ബണ്ടിലുകൾക്കായിരിക്കും ഒരു ഉപഭോക്താവ് മുൻഗണന കൊടുക്കുന്നത്. ഇത്തരം മുൻഗണനകളെ അല്ലെങ്കിൽ ഇത്തരം പ്രിഫറൻസുകളെയാണ് എന്ത് പറയുന്നത്? മൊണോട്ടോണിക് പ്രിഫറൻസ്, മൊണോട്ടോണിക് മുൻഗണന. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 15, 15 എന്ന കൺസംഷൻ ബണ്ടിലാണ് ബാക്കിയുള്ള 2 കൺസംഷൻ ബണ്ടിലുകളെയും കമ്പയർ ചെയ്യുമ്പോൾ ഗുഡ് 1ഉം ഗുഡ് 2ഉം അധികം ഉള്ളത് അല്ലെ? സാധനം 1ന്റെയും സാധനം 2ന്റെയും കൂടുതൽ അളവുകൾ കിട്ടുന്നത് 15, 15 എന്ന ബണ്ടിലാണ്. അതുകൊണ്ട് ഒരു റാഷണൽ കൺസ്യൂമർ, വിവേകമുള്ള ഒരു കൺസ്യൂമർ ഈ ഒരു കൺസംഷൻ ബണ്ടിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബണ്ടിലാണ് കൺസ്യൂമർ മൊണോട്ടോണിക് ആവുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, 1 വേർഡ് ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം. ഇൻ ഡ്രോയിങ് ആൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഓൾ ബട്ട് വൺ ഓഫ് ദി ഫോളോവിങ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഒരു ഉപഭോക്താവിന്റെ ചോദന വക്രം വരയ്ക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നൊഴികെ മറ്റെല്ലാം സ്ഥിരമായിരിക്കും. ഇത് ഏതെന്ന് തിരിച്ചറിയുക. ഓക്കെ,
ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ് ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി, വസ്തുവിന്റെ വില അല്ലെങ്കിൽ സാധനത്തിന്റെ വില. ഓപ്ഷൻ ബി പ്രൈസ് ഓഫ് അതർ കൊമോഡിറ്റീസ്, മറ്റു വസ്തുക്കളുടെ വില അല്ലെങ്കിൽ മറ്റു സാധനങ്ങളുടെ വില. ഓപ്ഷൻ സി ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. ഓപ്ഷൻ ഡി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും. അപ്പോൾ ചോദ്യം എന്താണ്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, വ്യക്തിഗത ചോദന വക്രം വരയ്ക്കുമ്പോൾ താഴെ പറയുന്ന ഈ 4 ഓപ്ഷനുകളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും സ്ഥിരമാക്കി നിർത്തുന്നു, കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ആൻസർ സിമ്പിൾ ആണ്. ഓപ്ഷൻ എ പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി, സാധനത്തിന്റെ വില അല്ലെങ്കിൽ വസ്തുവിന്റെ വില. അല്ലേ? എങ്ങനെ മനസ്സിലായി? സിമ്പിൾ ആണ്. ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന സമയത്ത് 2 ആക്സിസുകൾ ഉണ്ട്, എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, ചോദനം ചെയ്യപ്പെടുന്ന അളവാണ്. വൈ ആക്സിസിൽ പ്രൈസ് വിലയാണ്, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് ദി കമോഡിറ്റി, സാധനത്തിന്റെ വിലയാണ് വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനത്തെ നിർണയിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഫാക്ടറാണ് പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി, സാധനത്തിന്റെ വില. ഈ കാര്യം ഒഴികെ ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും ബാക്കി എല്ലാ ഡിറ്റർമിനന്റിനെയും കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു, ആണല്ലോ. അപ്പോൾ ഇവിടെ ഒന്നിനെ മാത്രമാണ് പരിഗണിക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ ഒരാളെ മാത്രമാണ് പരിഗണിക്കുന്നത്. അതാരാണ്? പ്രൈസ് ഓഫ് ദി കൊമോഡിറ്റി, സാധനത്തിന്റെ വിലയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളെയും കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അതായത് പ്രൈസ് ഓഫ് അതർ കൊമോഡിറ്റി, മറ്റു സാധനങ്ങളുടെ വില. ദെൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം. ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യങ്ങളും. ഇതെല്ലാം കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അവിടെ പരിഗണിക്കുന്നത് സാധനങ്ങളുടെ വില മാത്രമാണ്, പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. സിമ്പിൾ ആണല്ലോ. ആൻസർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ഔട്ട് എക്കണോമിക് ടേംസ്, സാമ്പത്തിക പദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഇക്കണോമിക് ടേംസ്, സാമ്പത്തിക പദം ഏതാണെന്ന് എഴുതാനാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് വൺ, ബണ്ടിൽസ് ദാറ്റ് ആർ ഓൺ ഓർ ബിലോ ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിലോ അതിന് താഴെയോ ഉള്ള ബണ്ടിലുകൾ, അതിനെ സൂചിപ്പിക്കുന്ന സാമ്പത്തിക പദം, ഇക്കണോമിക് ടേം എന്താണ്? ഓക്കെ, ആദ്യം നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം ഉത്തരത്തിലേക്ക് വരാം. രണ്ടാമത്തത് എന്താണ്? കൺസ്യൂമർ പ്രിഫേഴ്സ് ദി ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് ദി ഗുഡ്സ് കമ്പയർഡ് ടു ദി അതർ ബണ്ടിൽ. ഉപഭോക്താവ് കുറഞ്ഞ സാധനങ്ങളുള്ള ബണ്ടിലിനേക്കാൾ കൂടുതൽ സാധനങ്ങളുള്ള ബണ്ടിലുകൾക്ക് മുൻഗണന കൊടുക്കുന്നു. ഓക്കെ, മൂന്നാമത്തേത് ശ്രദ്ധിച്ചോളൂ. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രങ്ങളുടെ കൂട്ടം. ഇതാണ് 3 കാര്യങ്ങൾ. ഇനി ഈ ഓരോ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന സാമ്പത്തിക പദം, ഇക്കണോമിക് ടേം ഏതാണെന്ന് എഴുതുക. ഒന്നാമത്തേത് ശ്രദ്ധിച്ചോളൂ, ബണ്ടിൽസ് ദാറ്റ് ആർ ഓൺ ഓർ ബിലോ ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിലോ അതിന് താഴെയോ ഉള്ള ബണ്ടിലുകൾ എന്തിനെയാണ് കാണിക്കുന്നത്? യെസ്, വെരി ഗുഡ്, ബജറ്റ് സെറ്റ്. അപ്പോൾ ആൻസർ എന്താണ്? ഫസ്റ്റ് ബജറ്റ് സെറ്റ് ആണ്. അതിനെ സൂചിപ്പിക്കുന്ന ഇക്കണോമിക് ടേം ബജറ്റ് സെറ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് എന്തായിരുന്നു? കൺസ്യൂമർ പ്രിഫേഴ്സ് ദി ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് ദി ഗുഡ്സ് കമ്പയർഡ് ടു ദി അതർ ബണ്ടിൽ. ഉപഭോക്താവ് കുറഞ്ഞ സാധനങ്ങളുള്ള ബണ്ടിലിനേക്കാൾ കൂടുതൽ സാധനങ്ങളുള്ള ബണ്ടിലുകൾക്ക് മുൻഗണന നൽകുന്നു അല്ലെങ്കിൽ മുൻഗണന
കൊടുക്കുന്നു. ഇതിനെ സൂചിപ്പിക്കുന്ന എക്കണോമിക് ടേം എന്താ? യെസ്, മൊണോട്ടോണിക് പ്രിഫറൻസസ്, മൊണോട്ടോണിക് മുൻഗണന അല്ലെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ എന്തായിരുന്നു? എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രങ്ങളുടെ കൂട്ടം. അതിനെന്താണ് പറയാ? യെസ്, ഇൻഡിഫറൻസ് മാപ്പ്, നിസ്സംഗത മാപ്പ്. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, നാലാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ്, നിസ്സംഗത വക്രത്തിന്റെ ചെരിവ് സൂചിപ്പിക്കുന്നത്. താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പ്രൈസ് റേഷ്യോ, വില അനുപാതം. ഓപ്ഷൻ ബി DMRS. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? അതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അപജയ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. ഓക്കെ. ഓപ്ഷൻ സി DMU, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അപജയ സീമാന്ത ഉപയുക്തത. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ല. ഓക്കെ. ചോദ്യം എന്താണ്? സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷോസ്, നിസ്സംഗതാ വക്രത്തിന്റെ ചരിവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം. ആൻസർ ഈസ് ഓപ്ഷൻ ബി DMRS, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അപജയ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. MRS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. MRS x1, x2 ഈക്വൽ ടു ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1. ഡെൽറ്റ x2 എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2, സാധനം 2ന്റെ അളവിലുണ്ടായ വ്യത്യാസം. ഡെൽറ്റ x1 എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 1, സാധനം 1ന്റെ അളവിലുണ്ടായ വ്യത്യാസം. ശ്രദ്ധിക്കണം, MRS എന്ന് പറഞ്ഞാലും DMRS എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ കാര്യമാണ്. ഡി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിമിനിഷിംഗ്, അപജയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്, ഒറിജിനിലേക്ക് കോൺവെക്സ് ആകൃതിയാണ്. അത് താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു വക്രമാണ്. ഇടതു നിന്ന് വലതുവശത്തേക്ക് താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന വക്രമാണ് അല്ലേ. അപ്പോൾ DMRS എന്ന് പറഞ്ഞാലും MRS എന്ന് പറഞ്ഞാലും ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇൻ ദി കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്, ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ്. തരംതാണ വസ്തുക്കളുടെ കാര്യത്തിൽ വരുമാനവും ചോദനവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്? ഇൻഫീരിയർ ഗുഡ്സ്, തരംതാണ വസ്തുക്കൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം ഗുഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതൊക്കെയായിരുന്നു? നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്, സാധാരണ വസ്തുക്കൾ എന്നും തരംതാണ വസ്തുക്കൾ എന്നും. ഓക്കെ. രണ്ടും എന്താണ് അതിന്റെ മീനിങ് നമുക്ക് അറിയാം. ഇവിടെ ചോദ്യം എന്താണ്? ഇൻഫീരിയർ ഗുഡ്സിന്റെ കാര്യത്തിൽ, തരംതാണ വസ്തുക്കളുടെ കാര്യത്തിൽ വരുമാനവും അതുപോലെ തരംതാണ വസ്തുക്കൾക്കുള്ള ഡിമാൻഡ്, ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയുള്ളതാണ്, എപ്രകാരമാണ്? വാട്ട് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്? തരംതാണ വസ്തുക്കളുടെ ചോദനവും വരുമാനവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ നെഗറ്റീവ് ആണ്, ഓപ്ഷൻ ബി പോസിറ്റീവ് ആണ്, ഓപ്ഷൻ സി കോൺസ്റ്റന്റ് സ്ഥിരമാണ്, ഓപ്ഷൻ ഡി കാനോട്ട് ബി പ്രഡിക്റ്റഡ്, പ്രവചിക്കാനാവില്ല. ഓക്കെ. ആൻസർ ഈസ് ഓപ്ഷൻ എ നെഗറ്റീവ് ആണ് അല്ലേ. ഇൻഫീരിയർ ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻകവും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണുള്ളത്, പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ തരംതാണ വസ്തുക്കളുടെ ചോദനം കുറയുന്നു. When income of the consumer is increases, quantity demanded for inferior good decreases.
ഒക്കെ അറിയുന്ന കാര്യമാണ്. റിലേഷൻഷിപ്പ് പഠിച്ചു വെക്കണം. വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഞാനത് എടുത്ത് തന്നിട്ടുണ്ട്. നോട്ട്സ് ക്ലിയർ ആയിട്ട് വായിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ആറാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇലാസ്റ്റിസിറ്റി ഇൻ എ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഈസ്. ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയിലെ ഇലാസ്തികത എത്രയാണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? യെസ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനം. അവിടെയാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള അതിനെക്കുറിച്ച് പഠിച്ചത്. എന്തായിരുന്നു? ഇൻ ദി കേസ് ഓഫ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ദ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഏകാത്മക ഇലാസ്തിക ചോദനത്തിന്റെ കാര്യത്തിൽ ചോദന വക്രത്തിന്റെ ആകൃതി എന്തായിരുന്നു? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഇൻഫിനിറ്റ്, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 0.5. ആൻസർ എന്താണ്? ഓപ്ഷൻ സി 1 ആണ്, 1 ആണ് അല്ലേ? ഏകാത്മക ഇലാസ്തിക ചോദനം, അതിലെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ED = 1 ആണ്. ചോദനത്തിന്റെ വില ഇലാസ്തികത എത്രയായിരിക്കും? =1. ED = 1 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഏഴാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസ് ഈസ് കോൾഡ്. വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ചോദന വർധനവ്. ഓപ്ഷൻ ബി എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വികാസം. ഓപ്ഷൻ സി കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ സങ്കോചം. ഓപ്ഷൻ ഡി ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ചോദന കുറവ്. ഈ 4 ഓപ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു? ചേഞ്ചസ് ഇൻ ഡിമാൻഡ് കർവ്, ചോദന വക്രത്തിലെ മാറ്റങ്ങളെ കുറിച്ച് പഠിച്ച സമയത്ത് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാൾ ഇൻ പ്രൈസ് ഈസ് കോൾഡ്. വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ ബി എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വികാസം അല്ലേ? വിലയിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച്, ദാറ്റ് ഈസ് വെൻ പ്രൈസ് ഡിക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ്. വില കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വർദ്ധിക്കുന്നു. ഇതിനെയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വികാസം. ഇതിന്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, ഇതിന്റെ വിപരീത സാഹചര്യം എന്താണ്? വെൻ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്രീസസ്. വില വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യുന്ന അളവ് കുറയുന്നു. ഇതിനെന്ത് പറയുന്നു? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ സങ്കോചം. അപ്പോൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇഫ് ഡിമാൻഡ് ഫാൾസ് ഫ്രം 100 to 75 യൂണിറ്റ്സ് ഡ്യൂ ടു ദി റൈസ് ഇൻ പ്രൈസ് ഫ്രം 10 to 15, ദി വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഡാഷ്. വില 10-ൽ നിന്ന് 15 വർദ്ധിച്ചതിന്റെ ഫലമായി ചോദനം 100-ൽ നിന്ന് 75 കുറഞ്ഞു എങ്കിൽ ഇലാസ്തികതയുടെ മൂല്യം എത്ര? ചോദ്യം എന്താണ്? ഇഫ് ഡിമാൻഡ് ഫാൾസ് ഫ്രം 100 to 75 യൂണിറ്റ്സ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ് ഫ്രം 10 to 15, ദി വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ്. വില 10-ൽ നിന്ന് 15 വർദ്ധിച്ചതിന്റെ ഫലമായി ചോദനം 100-ൽ നിന്ന് 75 കുറയുന്നു എങ്കിൽ ഇലാസ്തികതയുടെ മൂല്യം എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0.5, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 2. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ വില ഇലാസ്തികത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? ദാറ്റ് ഈസ്
ഇ ഡി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ക്യൂ. ഓരോ വേരിയബിൾസും എന്താണെന്ന് നമുക്കറിയാം. ഡെൽറ്റ ക്യൂ എന്താണെന്നറിയാം, ഡെൽറ്റ പി എന്താണെന്നറിയാം, പി എന്താണെന്നറിയാം, ക്യൂ എന്താണെന്നറിയാം. അറിയാലോ, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനം ചെയ്യുന്ന അളവിലുണ്ടായ മാറ്റം. ഇവിടെ ആദ്യം 100 ആയിരുന്നു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, പിന്നീട് അത് 75 കുറഞ്ഞു. എന്ന് വെച്ചാൽ ഡെൽറ്റ ചേഞ്ചസ് മാറ്റം എത്രയാണ്? 100 മൈനസ് 75 25 ഡെൽറ്റ ക്യൂ കിട്ടി 25. ഇനി ഡെൽറ്റ പി നോക്കിക്കേ. ഡെൽറ്റ പി എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചസ് ഇൻ പ്രൈസ്, വിലയിലുണ്ടായ മാറ്റമാണ്. ഇവിടെ വില 10 രൂപയായിരുന്നു ആദ്യം, പിന്നീട് അത് 15 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു, വർദ്ധിച്ചു. എത്രയാണ് വ്യത്യാസം? 15 മൈനസ് 10 5. ഡെൽറ്റ പി 5. നെക്സ്റ്റ് പി. പി എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പ്രൈസ് ഓർ ഫസ്റ്റ് പ്രൈസ്, ഒന്നാമത്തെ വില എത്രയാണ്? 10 അല്ലേ? ഒന്നാമത്തെ വില 10. ക്യൂ എന്ന് വെച്ചാൽ എന്താ? ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓർ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഒന്നാമത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എത്രയാണ്? 100. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. 25 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, സോൾവ് ചെയ്താൽ ഉത്തരം എത്രയാണ് കിട്ടുന്നത്? 0.5 ആയിരിക്കും. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 0.5. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, ചെയ്ത് പഠിക്കുകയും വേണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.